ഞാനിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് അറിയാം നിങ്ങൾക്ക്. മാനസിച്ചിൻ്റെ വീട്ടിൽ. മാനസിച്ച് ആരാൻ അറിയില്ലല്ലോ നിങ്ങൾക്ക്. മാനസിച്ച് എൻ്റെ ചേച്ചിയത് ഒരു ബ്യൂട്ടീഷ്യനാണ്. പ്രോ അപ്പോൾ ഓരോ കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ പ്രീ വെഡിങ് നമുക്ക് നാളെ മോർണിംഗ് തൃശ്ശൂരാ ഷൂട്ട്. നമ്മൾ കണ്ണൂരാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നൈറ്റ് ഒരു 11 മണിക്ക് അല്ല 11:30 ഇവിടെ ഇറങ്ങും. ഏട്ടൻ്റെ വീട്ടിൽ പോവും. ഏട്ടൻ ഇവർ കെട്ടാൻ പോകുന്ന ഏട്ടൻ. അപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് ഓരോ വണ്ടി എടുത്തിട്ട് പോവും. അതിലിടയ്ക്ക് ഇവരെ വണ്ടി എടുത്തിട്ട് നമ്മൾ ആ വീട്ടിൽ വരെ പോവും. ടങ്ക് സ്ലിപ്പായി ശരിക്ക്. പിന്നെ ക്യാമറ എല്ലാം സെറ്റാണ്. ക്യാമറയെല്ലാം കാണിച്ചു കേട്ടോ. ക്യാമറ കാണിച്ചു തരാം. സോണി A7M3 85mm 35mm 1.8 1.4 സെറ്റ്. നിങ്ങൾക്ക് പുതിയ വേറെ സാധനം കൂടെ കാണിച്ചു തരാം. പുതിയ ബ്രഷ്, പുതിയ പേസ്റ്റ്. ബ്രാൻഡ് നോക്കട്ടെ. മാക്സിയാ അതേതാന്നൊക്കെ അറിയില്ല. നമുക്ക് ബാക്കി ബ്ലോഗ് നമുക്ക് പോകുന്ന വഴിക്കാണ്. ഇത് നാളത്തെ പ്രീ വെഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനം. പ്രീ വെഡിങ് ഇറങ്ങിയിട്ട് നിങ്ങൾ കണ്ടോ? അതിൻ്റെ അകത്ത് ഈ സാധനം ഉണ്ടാവും. വെഡിങ് നമ്മളിങ്ങനെ നമ്മളങ്ങനെ തൃശ്ശൂർ പോയിക്കൊണ്ടിരിക്കണം. എനിക്ക് ഏട്ടൻ്റെ വീട്ടിലേക്ക് ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് അന്നേരം നമുക്ക് ബാക്കിയാണ്. ഫുഡ് കഴിക്കാൻ വന്നു കഴിച്ചു. ചേച്ചി പറഞ്ഞോ. ഇഡലിയാണ് കഴിച്ചു. നമ്മളിപ്പോ എവിടെയുള്ളേ? ഫൈനലി ഫുള്ള് ടെൻഷൻ ആയിരുന്നല്ലേ വരുമ്പോ. ഫുള്ള് മഴയെല്ലാം പെയ്ത് ആകമൊത്ത സീൻ. ഇവിടെ നടുമുറ്റെല്ലാം പ്ലാൻ ചെയ്തിട്ട് നടുമുറ്റെല്ലാം നീന്തി കളിക്കേണ്ടി വരുന്ന വിചാരിച്ചു. ലാസ്റ്റ് നമ്മൾ ഫൈനലി നമ്മൾ ഇവിടെ എത്തി. ബാക്കി നമുക്ക് അവിടെ നമ്മളെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്യാം. നമ്മളിങ്ങനെ ഇവിടെ എത്തി ഗൈസ്. അങ്ങനെ പൊരിഞ്ഞ യുദ്ധത്തിന് ശേഷം ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. യുദ്ധം നല്ല പോലെ ശരിയായ യുദ്ധം. അവിടെ അത്ര ഫോട്ടോഗ്രാഫേഴ്സ് അല്ലേ, നമുക്ക് മര്യാദക്ക് അവിടെ കിട്ടിയിട്ട് വരില്ല. ഉള്ള ടൈം വെച്ചിട്ട് എന്തെല്ലാം എടുത്തിട്ടുണ്ട്. ഓക്കെ, ഔട്ട്ഫിറ്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്താ എൻ്റെ കഴിവ് മാത്രം. ഓരോ നോക്ക് ഗൈസ്. ചത്ത് ചേച്ചിയാണ് ചത്ത്. ചേച്ചി അന്നേക്കാളും മുമ്പ് എത്തിന്. ഞാൻ പിന്നെ തന്തൂരിയായി. അവർ രണ്ടാളും ഗൈസ്. അങ്ങനെ നമ്മള് എവിടെയല്ലേ, നമ്മള് രാവിലെ മറ്റേ കുറുമ്പൂർ മനയിൽ പോയി കുറേ ഷൂട്ടെല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ റൂമിൽ വന്ന് അവിടെ ഒരൊറ്റ കിടത്തേന്. ഇപ്പോൾ എണീച്ചാൽ ഇനിയിപ്പോൾ ഫുള്ള് റെഡിയായി. നമ്മൾ ഇടിപ്പുന്ന ആനപ്പന്തിയോ അങ്ങനെ എന്തോ കാണാൻ വേണ്ടി ആയിട്ടാണ്. ആനയുണ്ട് ഗൈസ്. ആന ഇതുണ്ടോ, മന്തി വന്നിട്ടുണ്ട് ഗൈസ്. നമ്മളങ്ങനെ ഫിഷ് മന്തി കഴിച്ച് ഇങ്ങനെ ഇരിക്കലാണ്. ചേച്ചിയാണെങ്കിൽ കുറച്ച് വയറുവേദന ഭയങ്കര സീനാണ്. രണ്ടു വാക്ക് ഉറങ്ങിയിട്ട് നമ്മളിവിടെ വെടിവെത്തി. ഗൈസ് നമ്മളിപ്പാണ് വീട്ടിലെത്തി. ഇപ്പോൾ സമയം എത്രയായി? 12 മണിയാകുമ്പോൾ. അതെ, കുറച്ച് ലേറ്റ് ആയി പോയി. ഇനിയിപ്പോൾ ചേച്ചിക്ക് നാളെ പണിയുണ്ട്. എനിക്ക് നാളെ വേറെ എന്തെങ്കിലും പണി ഉണ്ടാവും. ഇഷ്ടം പോലെ. അപ്പോൾ ഇനി അടുത്ത് ബ്ലോഗ് കാണാം. പിന്നെ കാണാം.